നമുക്ക് പക്കാവട ഉണ്ടാക്കാം. അപ്പോൾ പക്കാവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 സവോള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത്ര വലിപ്പമുള്ളതല്ല, 2 മീഡിയം ടൈപ്പ് സവോള അരിഞ്ഞാണ് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് തിരുമ്പി യോജിപ്പിക്കുക ആദ്യം. ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കൊന്നും വേണ്ട കേട്ടോ, നമ്മൾ ആദ്യം തിരുമ്പി അതൊന്ന് മയപ്പെടുത്തണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉള്ളി വടക്കി ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യണ്ട, ഇതിപ്പോൾ അങ്ങനെ ഒരു ഇതിനല്ല, എന്നാലും ഒന്ന് എല്ലായിടത്തും ആവാൻ വേണ്ടി. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 250 കടലമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി മൈദ മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് നൈസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പത്തിരിപ്പൊടി ഉണ്ട് അതെടുത്ത്. ഇനി ഇതിലേക്ക് ഓരോ പൊടികളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു 5-6 വെളുത്തുള്ളിയും, ചെറു കഷ്ണം ഇഞ്ചിയും, ഒരു പച്ചമുളകും, പിന്നെ കുറച്ച് വേപ്പില അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില. പിന്നെ 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂണ് പെരുംജീരകം മുഴുവനോടെ പൊടിക്കാത്ത, പിന്നെ കായം, ഒരു നുള്ളു കായം ഇട്ട് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂണോളം കായം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മളിത് കുഴച്ച്. അപ്പോൾ എല്ലായിടത്തും ഇതൊക്കെ ആവണ വിധത്തിൽ നന്നായി ഇളക്കി കൈ കൊണ്ട് തന്നെ കുഴയ്ക്കുക. ഞാൻ അങ്ങനെ പറയാം, അപ്പോഴാണ് എല്ലായിടത്തും ഇങ്ങനെ അതിൻ്റെ ഇതൊക്കെ എത്തുക. കുഴച്ചിങ്ങനെ മയപ്പെടുത്താനൊന്നുമല്ല, നമ്മൾ പാകമാക്കി എടുക്കാനാണ്. ആ കട്ടയൊക്കെ ഒടിച്ച് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ നുള്ളി എടുത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇടാൻ പറ്റണം, അതുപോലത്തെ പാകമാണിത്. ഇനി വേണമെങ്കിൽ നമുക്കൊരു സ്വല്പം തൈര് ചേർക്കാം. അതില്ലാത്തൊരു ചെറിയ സ്പൂണ് സുർക്ക ചേർത്താൽ മതി, വിനാഗിരി. അപ്പോൾ എൻ്റെ ഒരു തൈരുപ്പില്ലാത്ത കാരണം ഞാൻ വിനാഗിരി ഒരു ചെറിയ സ്പൂൺ കേട്ടോ, വലിയ സ്പൂണല്ല, ചെറിയ സ്പൂണ് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. തൈര് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കൊന്നും വേണ്ട, നമുക്ക് ഉടനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എണ്ണ ചൂടാക്കി ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് കൈ കൊണ്ട് ഇട്ട് കൊടുത്താലും മതി, ഞാൻ ഇപ്പോൾ സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കണമെന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ബോളായിട്ട് വീർത്ത് വരും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നമുക്ക് എടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഫുള്ളിൽ വയ്ക്കണ്ട. മോൾ ഭാഗം കരിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഉള്ളൊന്നും വേവാണ്ട് വരില്ല. ചെറിയ ചെറിയ ഇതായ കാരണം പെട്ടെന്നായി കിട്ടും കേട്ടോ. ഇത് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനാണ് ബെസ്റ്റ്. ആ കട്ടൻ ചായയും എരിവുള്ള സ്നാക്കും.
വളരെ കോമ്പിനേഷനാണ്. ഇപ്പോട്ട് വയസ്സായി പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞങ്ങൾ പാൽ ഉപയോഗിക്കുന്നില്ല, പാലൊക്കെ നിർത്തി. ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്, എന്നാലും ഇടയ്ക്കൊക്കെ നമുക്ക് തിന്നണ്ടേ സ്നാക്കൊക്കെ. അപ്പോൾ എനിക്കിങ്ങനെ കട്ടൻ ചായ കൂട്ടിയിട്ട് ഇങ്ങനെ എരിവുള്ള സ്നാക്സ് കഴിക്കാനാണ് ഇഷ്ടം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. ഈ എണ്ണയും ഇതൊക്കെ പേടിച്ചിട്ട് ഞങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണ്. പിന്നെ ചില ദിവസങ്ങളിൽ ഇതന്നെ കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അങ്ങനത്തെയൊക്കെ പരിപ്പ് വട, ഉഴുന്നുവട, പഴംപൊരി. പക്ഷെ ഇതൊക്കെ ചെല്ലുമ്പോൾ അപ്പൂന് കുഴപ്പമില്ല, ബാക്കി ഞങ്ങൾക്കൊക്കെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ കുറച്ച് ഉണ്ടാക്കി ഇതായി വന്നിട്ട് നമുക്ക് എടുത്തിടാം. ഇങ്ങനെ ആ ബോള് പോലെ ആയി വന്നതാണ്. നല്ല നന്നായി വീർത്ത് വന്നുണ്ട്. ഇപ്പം എണ്ണ മാലാൻ വേണ്ടി നമുക്കിങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. എണ്ണയിൽ വന്ന് അങ്ങനെ പൊക്കോളും. സ്പൂൺ കൊണ്ട് വീണ്ടും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മറിച്ചിട്ടിട്ട് ഇനി ഇങ്ങനെ എല്ലാ സ്റ്റെപ്പും ആക്കിയെടുത്തിട്ട് നമുക്ക് പക്കവട ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ മറിച്ചിട്ട് ഇതാണ്. അത് കഴിഞ്ഞാൽ ഇത് വേഗം ആയി കിട്ടും. ചെറിയ ബോൾസ് അല്ലേ നമ്മളുണ്ട്. ബോളൊന്നല്ല, അതിൻ്റെ ഷേപ്പൊന്നും നോക്കണ്ട കേട്ടോ. ഷേപ്പൊന്നും ഇതിന് പ്രശ്നമുള്ള കാര്യമല്ല. പക്കവടയ്ക്ക് അങ്ങനെ ഷേപ്പൊന്നും നോക്കണ്ട. അപ്പോൾ ചിലരിങ്ങനെ നുള്ളി ഇടുക, അങ്ങനെ ഇടാം കേട്ടോ. പിന്നെ വെള്ളമൊക്കെ നനയ്ക്കാതെ നിൽക്കണം. അതിൻ്റെ മടി കൊണ്ടാണ് ഈ സ്പൂൺ കൊണ്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പും ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ നിൽക്കണില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പക്കാവട റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പക്കാവട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.